ഹായ്. ഒരു നഗരത്തിൽ തന്നെ രണ്ട് രാജ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരല്പം കൗതുകം തോന്നിയേക്കാം. എന്നാൽ ഇറ്റലിയുടെ തലസ്ഥാനമായ റോം നഗരത്തിൽ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായ വത്തിക്കാൻ സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ ഒരു നഗരത്തിനുള്ളിൽ രണ്ട് രാജ്യങ്ങളുള്ള അപൂർവ സ്ഥലമാണ് റോം. വത്തിക്കാന്റെ ഭൂവിസ്തൃതി എന്ന് പറയുന്നത് ഏകദേശം 110 ഏക്കർ മാത്രമാണ് വരുന്നത്. അത് ശരിക്കും ചുറ്റിക്കെട്ടിക്കൊണ്ട്, അഥവാ 1/2 കിലോമീറ്റർ പോലും വരുന്നില്ല ഈ ഒരു സ്ഥലം. ഇതിന്റെ ഭരണാധികാരിയായിട്ട് അധിപനായിട്ടുള്ളത് ഓരോ അതാത് കാലങ്ങളിൽ വരുന്ന പോപ്പുമാരാണ്. എന്ന് വെച്ചാൽ മാർപ്പാപ്പന്മാരാണ് അധികാരികളായിട്ട് വരാറ്. ഇവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം 800ഓളം ആളുകളാണ്. ഈ 800 ആളുകളും ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് ഉള്ളവരൊന്നുമല്ല. ഇവരിൽ അധികവും സിസ്ഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിൽ നിന്നുള്ളവരാണ്. ഇറ്റലിയുടെ തലസ്ഥാനമാണ് റോം എന്ന് നമുക്കറിയാം. എന്നാൽ ഈ റോമിൽ നിന്നും വത്തിക്കാൻ സിറ്റിയിലേക്ക് ഏകദേശം വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഒക്കെ ദൂരം വരുന്നുള്ളൂ. ഇവിടുത്തെ ജനസംഖ്യയിൽ 800 പേരോളം വരുന്ന ജനസംഖ്യയിൽ തന്നെ 150ഓളം വരുന്ന സ്വിസ്ഗാർഡ് സ്വിറ്റ്സർലാൻഡിൽ നിന്നുള്ള ഗാർഡാണ്. അവരുടെ പ്രത്യേക ദൗത്യം എന്ന് പറയുന്നത് മാർപ്പാപ്പക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അവിടെ റോമിൽ നിന്നും മറ്റൊക്കെ ആയിട്ട് വന്നിട്ട് ജോലി ചെയ്തു പോകുന്ന ആളുകളാണ് കൂടുതലുള്ളത്. സിറ്റിസൺഷിപ്പ് അവിടെ ശരിക്കും ജന്മം കൊണ്ട് സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നില്ല. മറിച്ച് നമ്മൾ അവിടെ ജോലി ചെയ്തിട്ട് അവിടുത്തെ തൊഴിലാളികളായതിനു ശേഷമാണ് അവിടെ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നത്. അത് റോമൻസ് ആയാലും ഇറ്റലിക്കാരായാലും അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വത്തിക്കാനിൽ ജനിച്ചു എന്ന കാരണത്താൽ പോലും അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടുന്നില്ല. ഇവിടേക്ക് ടൂറിസ്റ്റുകളെ പ്രധാനമായിട്ടും ആകർഷിക്കാൻ കാരണം ഒന്ന്, ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ ദേവാലയം, അതായത് കാത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ ക്രൈസ്തവ ദേവാലയവും അതിന്റെ ആസ്ഥാനമൊക്കെ ആയിട്ടുള്ള സെന്റ് പീറ്റേഴ്സ് ബസലിക്കയാണ്. ഈ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാസ്തു, അതായത് നവോത്ഥാന കാലഘട്ടത്തിൽ അതിന്റെ വാസ്തുവിദ്യയുടെ ഒരു അത്ഭുതം, അതിന്റെ ആ ഒരു പണി, അതിന്റെ ഒരു വർക്ക്, അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വളരെ അത്ഭുതകരമായിട്ട് തോന്നുന്ന, ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു ഘടകമാണ്. ആ ഒരു ഘടകം കൂടാതെ പിന്നെ അവിടെ ഉള്ളത് പിയത്ത എന്ന് പറയുന്ന ഒരു വലിയ ശില്പമുണ്ട് അവിടെ. അത് മെക്കലാഞ്ചലോയുടെ ഒരു ശില്പമാണ്. അദ്ദേഹം തന്നെയാണ് പിന്നെ സിസ്റ്റിൻ ചാപ്പലിലും അദ്ദേഹം തന്നെയാണ് ശില്പം രൂപീകരിച്ചിട്ടുള്ളത്. മാർപ്പാപ്പനൊക്കെ തിരഞ്ഞെടുക്കുന്ന അവിടെ ശില്പമല്ല, അവിടെ ചിത്രമാണ്. അതും വളരെ ലോക പ്രശസ്തമാണ്. ഇവിടെ ഈ മ്യൂസിയത്തിലേക്ക് വരുന്നവർ, ഈ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നിന്നും അടുത്തതായിട്ട് മ്യൂസിയം കാണാൻ പോകുന്നവർക്ക് അവിടെ അവരെ ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് മാർപ്പാപ്പന്മാർ ശേഖരിച്ചു വെച്ചിട്ടുള്ള ചിത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ ശില്പങ്ങളുണ്ട്. മെക്കലോയുടെ തന്നെ ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന ഒരു ചിത്രമുണ്ട്. ആ ചിത്രം വളരെ ലോക പ്രശസ്തമായിട്ടുള്ള ഒരു ചിത്രമാണ്. ഇതിൽ രണ്ടിലും ആലേഖനം ചെയ്തിട്ടുള്ളത് യേശുക്രിസ്തുവിനെയും മറിയത്തിനെയും ഒക്കെയാണ്. അപ്പോൾ ഈ രണ്ടാമത് പറയുന്ന മ്യൂസിയത്തിലുള്ള ഈ ഒരു ചിത്രത്തിൽ ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന ഒരു ചിത്രത്തിന്റെ പ്രമേയം അത് വളരെ വിശാലമായി തന്നെ, വളരെ വിഖ്യാതമായിട്ട് തന്നെ അതിനെ വിശദീകരിക്കാറുണ്ട്. അതിന്റെ മുകൾ ഭാഗത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത്, സ്വർഗാരോഹണം, താഴ്ഭാഗത്ത് എന്താണ് നരകാരോഹണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള അതിന്റെ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. മാത്രമല്ല ഈ മൈക്കലാഞ്ചലോ എന്ന് പറയുന്ന ഈ ചിത്രകാരന്റെ മുഖം ആ ഒരു ചിത്രത്തിൽ ഒളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു കലാസൃഷ്ടിയിൽ അദ്ദേഹത്തിന്റെ മുഖം അദ്ദേഹം ഒളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ മുഖം അതിൽ കാണാൻ കഴിയും എന്ന് കൂടിയാണ് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ. അങ്ങനെ കൂടി ആ ചിത്രത്തിന് ഒരു വ്യാഖ്യാനമുണ്ട്. അത് കൂടാതെ ഈ വത്തിക്കാൻ മ്യൂസിയത്തിലാണ് മാർപ്പാപ്പന്മാരെ തെരഞ്ഞെടുക്കാറ്. അവിടെ മാർപ്പാപ്പന്മാരെ തെരഞ്ഞെടുക്കാൻ ഈ വത്തിക്കാൻ മ്യൂസിയത്തിന്റെ ഉള്ളിൽ തന്നെ സിസ്റ്റൻ ചാപ്പൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക ദേവാലയം അവരവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ കാണാറുണ്ട് ഈ മീഡിയകളിലൊക്കെ മാർപ്പാപ്പനെ തെരഞ്ഞെടുക്കുമ്പോൾ ഒരു കുഴലിലൂടെ മുകളിലോട്ട് പോയിട്ട് അതിൽ നിന്നും വെളുത്ത പുക വരുന്നത് നമ്മൾ കാണാറുണ്ട്. ഈ വെളുത്ത പുക കാത്തുകൊണ്ട് ഈ ഒരു മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന, പോപ്പിനെ തെരഞ്ഞെടുക്കുന്ന
ഈ ഒരു പരിപാടിയിലേക്ക് ലോകത്ത് നിന്നും ഒരുപാട് ടൂറിസ്റ്റുകൾ വരാറുണ്ട്. ഈ വെളുത്ത പുക കാണാൻ വേണ്ടിയിട്ട് ലൈവായിട്ട് ഒരുപാട് ചാനലുകൾ വെച്ചിട്ട് നമ്മളെ മുന്നിൽ പ്രദർശിപ്പിക്കാറുണ്ട്. വെളുത്ത പുക വന്നാൽ കർദിനാൾമാരാണ് ഈ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നത്. വെളുത്ത പുക വന്നു കഴിഞ്ഞാൽ മാർപ്പാപ്പയുടെ കാര്യം തെരഞ്ഞെടുത്തു കഴിഞ്ഞു. കറുത്ത പുകയാണ് വരുന്നെങ്കിൽ ഇനിയും തീരുമാനമായിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഈ ഇറ്റലിയും അതുപോലെ തന്നെ വത്തിക്കാൻ എല്ലാം അടങ്ങുന്നതായിരുന്ന ഒരു കാലത്ത് റോമൻ സാമ്രാജ്യം എന്ന് നമ്മൾ അറിയപ്പെട്ടിരുന്നത്. നമ്മൾ ചരിത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. റോമൻ സാമ്രാജ്യം എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ റോമൻ നഗരം കത്തിയെരിയുമ്പോൾ വീണമീട്ടിയ ചക്രവർത്തി നീറോ ചക്രവർത്തി എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഈ റോമൻ നഗരം കത്തിയെരിയുമ്പോൾ വീണമീട്ടിയ നീറോ ചക്രവർത്തി അദ്ദേഹം തന്നെ റോമൻ നഗരം കത്തിച്ചതായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ റോമൻ നഗരത്തിലെ പുരാതനമായിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചു കളഞ്ഞുകൊണ്ട് റോഡുകളും മറ്റും പൊളിച്ചു കളഞ്ഞ് പുതിയൊരു റോമൻ നഗരം സൃഷ്ടിക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം റോമൻ നഗരത്തിന് തീ കൊടുത്തത് എന്ന് അദ്ദേഹത്തിനെ തന്നെ പഴിചാരുന്ന രൂപത്തിൽ, ആ ചക്രവർത്തിയെ തന്നെ പഴിചാരുന്ന രൂപത്തിൽ പട്ടാളവും അവിടെയുള്ള മറ്റ് പൊതുജനങ്ങളും ഒക്കെ അദ്ദേഹത്തിനെതിരെ തിരിയുകയും പിന്നീട് അദ്ദേഹം കുറെ കാലം കൊണ്ട് തന്നെ റോം നഗരത്തെ പുനർസൃഷ്ടിക്കുന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. ഒരുപാട് നല്ല കെട്ടിടങ്ങൾ, ഒരുപാട് നല്ല ബിൽഡിങ്ങുകൾ, അതുമാതിരി വികസന പ്രവർത്തനങ്ങൾ റോമിൽ നടത്തുന്നുണ്ട്. പക്ഷെ ഈ ഇദ്ദേഹത്തിന്റെ പേരിൽ ചാർത്തപ്പെട്ട റോമൻ നഗരം കത്തിച്ചത് കത്തിക്കുക എന്ന് പറഞ്ഞ ഒരു ചെറിയ തീപിടുത്തല്ല, 6 ദിവസത്തോളം നിന്ന് കത്തി എന്നുള്ളതാണ് റോമൻ നഗരം. ഇതില് ഏതാനും ജില്ലകൾ തന്നെ കത്തി അമർന്നു എന്നാണ് പറയുന്നത്. 14 ജില്ലകളിൽ 10 ജില്ലകളും കത്തി അമർന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനുശേഷം ആ ഒരു ചീത്തപ്പേര് അദ്ദേഹത്തിൽ നിന്നും എടുത്തു കളയാൻ വേണ്ടി അദ്ദേഹം നാട്ടിൽ ഒരുപാട് അദ്ദേഹത്തിനെതിരെ പ്രസ്ഥാനം നടത്തുന്നവർക്കെതിരെ അദ്ദേഹം നികുതി വമ്പിച്ച് ഭാരമേറിയ നികുതി ചുമത്തുകയും അതുപോലെ തന്നെ ഒരുപാട് ക്രിസ്ത്യാനികളെ അദ്ദേഹം കൊന്നൊടുക്കുകയും ചെയ്തു. ഒരുപാട് കൂട്ടക്കൊലകൾ, ക്രൂരനായിട്ടുള്ള ഒരു ചക്രവർത്തിയായിരുന്നു നീറോ ചക്രവർത്തി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ റോമൻ നഗരം കത്തിയെരിയുമ്പോൾ വീണമീട്ടിയ ചക്രവർത്തി. അന്നത്തെ കാലഘട്ടത്തിൽ, അതായത് ക്രിസ്തുവർഷം 68 ആ ഒരു കാലഘട്ടമാണ് ശരിക്കും ഈ സംഭവങ്ങൾ നടക്കണം. നമുക്ക് പിന്നെ വീണ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. ഇദ്ദേഹം 68 കുറെ കലാപങ്ങളൊക്കെ കഴിഞ്ഞ് ഭരണകൂടവും മറ്റുമൊക്കെ ഇദ്ദേഹത്തിനെതിരെ തിരിഞ്ഞ് ഒരുപാട് കലാപങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം അതേ സമയത്ത് തന്നെ അദ്ദേഹം സ്വന്തം അമ്മയെ പോലും നീറോ ചക്രവർത്തി കൊല്ലിക്കുവാൻ ഉണ്ടായത്. അതുപോലെ തന്നെ ഭാര്യയെ മക്കളെ ഒക്കെ കൊല്ലാൻ മൂപ്പരന്നെ കൊട്ടേഷൻ കൊടുത്തതായിട്ടാണ് ചരിത്രങ്ങളിൽ പലയിടത്തും പറയുന്നത്. അതിനുശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുണ്ടായത് 68ലാണ് ക്രിസ്തുവർഷം 68ലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. ശേഷം 1861 ശരിക്കും ഇറ്റലി രൂപപ്പെടുന്നത്. റോമിൽ നിന്നും ഇറ്റലി എന്ന ഒരു രാജ്യം രൂപപ്പെടുന്നത് 1861. അവിടുന്ന് ഏകദേശം 10 വർഷം കഴിഞ്ഞിട്ടാണ് റോം എന്ന നഗരം ഇറ്റലിയുടെ ക്യാപിറ്റലായി മാറുന്നത്, അതായത് തലസ്ഥാനമായി മാറുന്നത്. അപ്പോഴും ആ കാലഘട്ടത്തിലൊക്കെയും മാർപ്പാപ്പമാരെ ഇതിനെ അംഗീകരിച്ചിരുന്നില്ല. കാരണം മൊത്തം ഒരു അധികാരി എന്നുള്ള രൂപത്തിലുള്ള ഒരു പ്രത്യേക പദവിയൊക്കെ മാർപ്പാപ്പക്ക് ഇറ്റലിയിൽ കൊടുത്തിരുന്നു. പക്ഷെ ഇറ്റലി രൂപീകരണവും അതിന്റെ ക്യാപിറ്റലായ റോം രൂപീകരണം നടന്നപ്പോൾ മാർപ്പാപ്പ അന്നുണ്ടായിരുന്ന മാർപ്പാപ്പ ഈ സെന്റ് പീറ്റേഴ്സ് ബസലിക്കൻ ആ ഒരു ബസലിക്കയിൽ നിന്നും അദ്ദേഹം പുറത്തു വരാതെ, അദ്ദേഹത്തിന്റെ ഒരു പാലസും കൂടിയാണത്. ആ പള്ളി എന്ന് പറയുന്നത് ഏത് കാലത്തെയും ഇപ്പോ നിലവിലുള്ള പിന്നെ മാർപ്പാപ്പയുടെ പേര് പീറ്റർ ഫ്രാൻസിസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം അർജന്റീനക്കാരനാണ് ഇപ്പൊ നിലവിലുള്ള. അപ്പൊ അന്നത്തെ മാർപ്പാപ്പ ഈ ഒരു കൊട്ടാരത്തിൽ നിന്നും പുറത്തു വരാതെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയും അത് വലിയൊരു ദൈവികമായിട്ടുള്ള, കാരണം മാർപ്പാപ്പ എന്ന് പറയുന്നത് ലോകത്തുള്ള ഒരുപാട് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ജൂതന്മാർക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ വളരെ ആദരണീയനാണ്. അതേപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കൾക്കും മറ്റ് ജാതിമത ഭേദമന്യേ എല്ലാവരും മാർപ്പാപ്പയുടെ വാക്കുകൾ ചെവി ഓർക്കുന്നവരാണ്. ഇപ്പൊ അടുത്ത കാലത്ത് ഇപ്പൊ ഈ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന യുദ്ധം, ഇസ്രായേലും അമേരിക്കയും കൂടി സംയുക്തമായിക്കൊണ്ട് ഇറാനെ ആക്രമിക്കുന്ന ഈ ഒരു മിഡിൽ ഈസ്റ്റ് വാറിനെ അദ്ദേഹം വളരെ ശക്തമായിട്ട് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കൊല്ലുന്നതിന് വളരെ ശക്തമായിട്ട് അമേരിക്കക്ക് വാണിംഗ് കൊടുത്തിരുന്നു. ആ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തെ വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തുമായിട്ട് ഡിബേറ്റ് നടത്തുകയും അദ്ദേഹത്തിന് എഗൻസ്റ്റ് ആയിട്ട് ഒരു പ്രസിഡന്റുമാരും അല്ലെങ്കിൽ ലോകത്തിലെ നേതാക്കന്മാരും മാർപ്പാപ്പക്കെതിരെ സംസാരിക്കാറില്ല സാധാരണ.
അദ്ദേഹത്തിനെതിരെ വളരെ മോശമായ രീതിയിൽ ഉള്ള പ്രകടനം കാഴ്ചവെച്ച ആ ഒരു ക്രെഡിറ്റ് കൂടിയിട്ട് ഡൊണാൾഡ് ട്രംപിന് ഉണ്ട് എന്ന് തന്നെ പറയണം. എനിക്ക് കുറെ കൂടെ കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ സാധാരണഗതിയിൽ ചെയ്യുന്ന വീഡിയോസ് എല്ലാം 10 മിനിറ്റിന്റെ ഉള്ളിൽ ഒതുക്കാറാണ് പതിവ്. ഇപ്പൊ അതുകൊണ്ട് തന്നെ അടുത്തൊരു വീഡിയോ ഇതിന്റെ ഒരു രണ്ടാം ഭാഗമായിട്ട് തന്നെ, സെക്കൻഡ് പാർട്ടായിട്ട് തന്നെ ഞാൻ 2 ദിവസത്തിനുള്ളിൽ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ കുറെ കൂടി കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഈ വത്തിക്കാൻ UN നാഷണൽസിൽ ഉൾപ്പെടാത്ത കുറെ രാജ്യങ്ങളുണ്ട്. രാജ്യങ്ങൾ എന്ന് പറയാൻ വയ്യ, ചില പ്രദേശങ്ങൾ, അതിൽ രാജ്യങ്ങൾ എന്ന് പറയാൻ പറ്റുന്നതുണ്ട്, പറ്റാത്തതുണ്ട്. അപ്പൊ ആ രൂപത്തിലുള്ള ഏതൊക്കെയാണ്, എന്തുകൊണ്ടാണ് അത് UN നാഷണൽസിൽ ഉൾപ്പെടാത്തത് എന്നതിനെ കുറിച്ചും, വത്തിക്കാനും UN നാഷണൽസിൽ ഉൾപ്പെടുന്നില്ല, അതൊക്കെ എന്തുകൊണ്ടാണ്, അത് P5 കൺട്രീസിലും വരുന്നില്ല, 10E കൺട്രീസിലും വരുന്നില്ല, അതുപോലെ തന്നെ UN ജനറൽ അസംബ്ലിയിലും വരുന്നില്ല, 193 രാജ്യങ്ങളുള്ള അതിലും വരുന്നില്ല. അതൊക്കെ എന്തുകൊണ്ടെന്നുള്ള ഒരു ചെറിയ വിവരണം കൂടി ഒരു 5-10 മിനിറ്റിന്റെ ഉള്ളിലുള്ള ഒരു വീഡിയോ കൂടി ഇതിന്റെ നെക്സ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ കണ്ട എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവേദ താഴെയുള്ള ബട്ടൺ ഒന്ന് അമർത്തണം എന്ന് കൂടിയിട്ട് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.